നമസ്കാരം. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ഹോട്ട് സീറ്റായി പത്തനംതിട്ട മാറിക്കൊണ്ടിരിക്കുകയാണ്. നിറയെ അഭ്യൂഹങ്ങളാണ് ആ സീറ്റിനെ ചൊല്ലി നടക്കുന്നതും. ഇപ്പോൾ നിലവിൽ പുറത്തു വന്നിരിക്കുന്ന വാർത്തകൾ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലേക്ക് പാർട്ടിയിലേക്ക് പുതുതായി കടന്നുവന്ന PC ജോർജിനെ കൂടാതെ അദ്ദേഹത്തിന്റെ മകനും കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ഷോൺ ജോർജിനെയും BJP പരിഗണിച്ചിരിക്കുകയാണ് എന്നതാണ്. ഈ അഭ്യൂഹങ്ങൾക്കെല്ലാം കാരണം ജനപക്ഷം BJPയിൽ ലയിക്കാൻ പോകുന്നതും PC ജോർജ് പത്തനംതിട്ട സീറ്റിനായി വാശി പിടിക്കാത്തതുമാണ്. യുവാവായ ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള നേതാവ് എന്നതാണ് ഷോണിനെ പരിഗണിക്കാൻ BJP നേതൃത്വത്തെ പ്രേരിപ്പിക്കുന്നത് എന്നും വാർത്തയിൽ പറയുന്നുണ്ട്. PC ജോർജ്, ഷോൺ ജോർജ് എന്നിവരെ കൂടാതെ BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ, നടൻ ഉണ്ണി മുകുന്ദൻ എന്നിവരുടെ പേരുകളാണ് BJP പത്തനംതിട്ട മണ്ഡലത്തിലേക്ക് കാര്യമായി പരിഗണിക്കുന്നത്. 2019 മണ്ഡലത്തിൽ മത്സരിച്ച K സുരേന്ദ്രൻ ഇക്കുറി തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകേണ്ടതിനാൽ മത്സര രംഗത്തുണ്ടാവില്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും മണ്ഡലത്തിൽ മത്സരിക്കുകയാണെങ്കിൽ അത് പത്തനംതിട്ട മണ്ഡലത്തിൽ ആയിരിക്കുമെന്ന് PC ജോർജ് പറഞ്ഞിരുന്നു. പാർട്ടി തീരുമാനം എന്താണെങ്കിലും അതനുസരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. പത്തനംതിട്ട മണ്ഡലത്തിൽ ഓരോ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും BJP വോട്ട് ശതമാനം ഉയർത്തുന്നതിലാണ് പാർട്ടി നേതൃത്വം പ്രതീക്ഷ വയ്ക്കുന്നത്. ക്രൈസ്തവ വോട്ടുകൾ കൂടി സമാഹരിക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയാണെങ്കിൽ വിജയിക്കാൻ കഴിയുമെന്ന കണക്കുകൂട്ടലിലാണ് PC ജോർജിനെയും ഷോൺ ജോർജിനെയും പരിഗണിക്കുന്നത്. എന്നാൽ യഥാർത്ഥ വസ്തുത എന്നത് പത്തനംതിട്ടയിൽ PC ജോർജ് തന്നെ മത്സരിക്കും എന്നതാണ്. PCയെ മത്സരിപ്പിക്കണം എന്നത് തന്നെയാണ് കേന്ദ്ര തീരുമാനം. എന്നാൽ ഇപ്പോൾ അത് പറയാത്തതിന് പിന്നിലെ പ്രധാന കാരണം PC ജോർജും മകൻ ഷോൺ ജോർജും BJP അംഗത്വം എടുത്തെങ്കിലും ജനപക്ഷം BJP ലയിച്ചിട്ടില്ല എന്നതാണ്. അത് 13-ന് K സുരേന്ദ്രന്റെ കേരള പദയാത്രയുടെ സമാപന സമ്മേളനത്തിൽ നടക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. അന്ന് BJP സംസ്ഥാന കാര്യാലയ ഉദ്ഘാടനവും നടത്താൻ തീരുമാനിച്ചിരുന്നു. ആ ചടങ്ങിന്റെ ഉദ്ഘാടനത്തിനായി കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷാ എത്തുമെന്നും തീരുമാനിച്ചിരുന്നതാണ്. എന്നാൽ കാര്യാലയത്തിന്റെ പണി പൂർത്തിയാകാത്തതും തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി വിഷയത്തിൽ ധാരണയാകാത്തതും മൂലം അമിത്ഷാ വരവ് റദ്ദു ചെയ്യുകയായിരുന്നു. പിന്നിൽ മറ്റു പല കാരണങ്ങളും പറയുന്നുണ്ട്. എന്ത് തന്നെയായാലും ലയനത്തിന് ശേഷം മാത്രമേ കേന്ദ്ര നേതൃത്വം PCയുടെ പേര് പത്തനംതിട്ട മണ്ഡലത്തിലേക്കായി പറയുകയുള്ളൂ. മാത്രമല്ല, ഇതോടുകൂടി K സുരേന്ദ്രന്റെ കഥ കഴിയാനാണ് സാധ്യതയും. കാരണം കേരളത്തിൽ BJPയെ വിജയിപ്പിച്ചു കൊടുക്കാമെന്ന് ഷോൺ ജോർജ് അമിത്ഷായ്ക്ക് വാക്ക് നൽകിയിട്ടുണ്ട്. മാത്രമല്ല, പിണറായിയെ കൊണ്ട് സഹിക്കാവുന്നതിനും അപ്പുറമായി എന്നതാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. കേസുമായി മുന്നോട്ട് പോകാനും ഒപ്പം നിൽക്കാനും ഷോൺ ജോർജിന് പിൻബലമാകുന്നതും കേന്ദ്ര പിന്തുണയാണ്. എന്നാൽ എല്ലാം നിയമത്തിന്റെ വഴിയെ തന്നെ പോകണമെന്നതാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം. തെളിവുകൾ എല്ലാം പിണറായിക്കും കുടുംബത്തിനും എതിരാണ്. അതുകൊണ്ട് കേസുമായി ആരെങ്കിലും ഒരാൾ മുന്നോട്ട് പോയിരുന്നെങ്കിൽ മാത്രമേ കേന്ദ്ര നടപടി ഉണ്ടാകുമായിരുന്നുള്ളൂ. പിണറായിക്കെതിരെ പ്രവർത്തിക്കാൻ ആർക്കും ധൈര്യമില്ലാത്തതും ആദ്യഘട്ടത്തിൽ വിനയായിരുന്നു. എന്നാൽ ഷോൺ ധൈര്യസമേതം മുന്നോട്ട് വരികയായിരുന്നു. തട്ടിപ്പും വെട്ടിപ്പും നടത്തിയിട്ടുള്ളതിനാൽ കേസുമായി മുന്നോട്ട് പോകുന്നയാൾക്ക് വരമ്പത്ത് കൂലി പിണറായി നൽകുമെന്ന പേടിയുണ്ടായിരുന്നു. എന്നാൽ ഷോണിന്റെ വരവോടെ അതും ഇല്ലാതാകുകയാണ്. ഷോൺ ജോർജിന് ഉത്തമ പിന്തുണയാണ് കേന്ദ്ര നേതൃത്വം നൽകുന്നത്. മാത്രമല്ല, വിജയിപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഷോണിന് നൽകിയിരിക്കുന്ന വാക്ക് കുറഞ്ഞത് സംസ്ഥാന അധ്യക്ഷ പദവിയാണ്. അതാണ് പ്രതീക്ഷിക്കുന്നത്. ആദ്യമൊക്കെ കോട്ടയം ജില്ലാ അധ്യക്ഷ പദവിയിലേക്ക് ഷോണിനെ കൊണ്ടുവരുമെന്നാണ് പറഞ്ഞിരുന്നതെങ്കിലും അങ്ങനെയല്ല കാര്യങ്ങളുടെ പോക്ക്. സംസ്ഥാന അധ്യക്ഷ പദവിയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതുമല്ലെങ്കിൽ കേന്ദ്ര നേതൃപദവിയിലേക്ക് ഷോണിനെ കൊണ്ടുവരാനും നീക്കം നടക്കുന്നുണ്ട്. എന്തായാലും ഇതെല്ലാം അമിത്ഷായുടെ വാക്കാണ്, വെറും വാക്കാകുകയില്ല. അമിത്ഷാ ഒരു വാക്ക് പറയണമെങ്കിൽ മോദിയുടെയും കേന്ദ്ര നേതാക്കളുടെ എല്ലാവരുടെയും പിന്തുണ അതിനുണ്ടാകുമെന്ന് ഉറപ്പുമാണ്. അതുകൊണ്ട് കേന്ദ്രമന്ത്രി എന്നത് PC ജോർജിനും സംസ്ഥാന അധ്യക്ഷ പദവി ഷോൺ ജോർജിനുമായി മാറുകയാണ്. നന്ദി.